ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റാഗി ദോശയും തക്കാളി ചട്നി ആട്ടോ. അപ്പോൾ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ തക്കാളി ചട്നിക്കായിട്ട് കുറച്ച് തക്കാളി, കുറച്ച് സവാള, കുറച്ച് വറ്റൽമുളക്, 2-3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റണേ. നമുക്ക് പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലെടുത്ത് അരച്ചെടുക്കാമേ. നമുക്ക് നമ്മുടെ സവാള ഉള്ളിലേക്ക് ഒന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ദോശ ഉണ്ടാക്കാൻ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഞാനിവിടെ മാവ് രാവിലെ അരച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നൈസായിട്ട് ദോശ പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ റാഗി മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത്. എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു റെഡിയായി കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കുറച്ച് റാഗി, കുറച്ച് ഉഴുന്ന്, കുറച്ച് അവൽ, കുറച്ച് ഉലുവ, ഒരു പീസ് ഇഞ്ചി, അത് വൈകിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ നന്നായിട്ട് അരച്ച് വെച്ചാൽ മതി. അങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ റാഗി ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വഴറ്റി വെച്ച സവാളയും തക്കാളിയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ കടുക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകും 1 തണ്ട് കറിവേപ്പിലയും 1-2 വറ്റൽമുളക് കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്നി അവിടെ റെഡിയാവും. ഞാനങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റാഗി ദോശയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. Love you and bye.